ചായ ചായ ഇരിക്കുവായിരുന്നു. അന്നേരം ആ കിളി നോക്കിയപ്പോൾ കുറേ കൂട്ടമാണ് കിളിങ്ങ പറന്നുപോയി. അപ്പം പറന്നുപോയ കിളി അങ്ങനെയല്ല നോക്കണേ. അമ്മയുടെ സീരിയലൊന്ന് കുറച്ച് വെക്കായിരുന്നു. ഇനി കോൺസെപ്റ്റ് അങ്ങനെ എപ്പോഴും തോന്നവരെ കൊച്ചിനെ അത് അവിടെ സമാധാനം ഇരിക്കുന്നില്ല കുഞ്ഞ്. വിജയവാഡ 226 കിലോമീറ്റർ യാത്രയിലാണെങ്കിലും ഹലോ ഗായ്സ്, ഇത് നമ്മുടെ ട്രാവലിങ്ങിൻ്റെ സെക്കൻഡ് ഡേ ആട്ടോ. രാത്രി പിന്നെ നമ്മൾ ഒരുപാട് ട്രാവലിംഗ് ഒന്നും ചെയ്തില്ലായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ട്രാവലിംഗ് നിർത്തിയായിരുന്നു. എന്നിട്ട് നമ്മളൊരു റൂമൊക്കെ എടുത്തു. അത് ഡബിൾ ഷെയറിങ് ആയിരുന്നു. ഇതിപ്പോൾ വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. മിയക്കുട്ടി നല്ല ഉറക്കാട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ടാവും. ഇന്നലെ രാത്രിയിലാണെങ്കിലും നമ്മൾ ഒത്തിരി ഒന്നും ഡ്രൈവ് ചെയ്തില്ല. ഒരു 9 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ ട്രാവലിംഗ് നിർത്തിയായിരുന്നു. പോരാതെ നമ്മുടെ മിയാക്കുട്ടിയാണെങ്കിൽ ഒന്ന് ഛർദ്ദിക്കുകയും ചെയ്തു. അപ്പോൾ അവളാണെങ്കിൽ ആദ്യമായിട്ടല്ല ഇത്ര ലോങ് ഡിസ്റ്റൻസ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് പിന്നെ ഇനി യാത്ര ചെയ്യേണ്ട, ഇനി നമുക്ക് നാളെ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അടുത്ത് കണ്ട ഹോട്ടലിലേക്ക് കയറി നമ്മൾ റൂം എടുക്കുമായിരുന്നു ചെയ്തേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു ചായ കുടിക്കാനൊക്കെ ആയിട്ട് നിർത്തി കേട്ടോ. എല്ലാവർക്കും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ ഇതുപോലെ ഒരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യണമെന്ന്. എന്നാൽ ചിലർക്കാണെങ്കിൽ അതിട്ട് താല്പര്യമില്ല. പൈസ ചിലവ്, ഇതുപോലെ ഫാമിലിയൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ സേഫ് ആയിരിക്കും എന്നൊക്കെയുള്ള പേടി കാരണം പലരും ഇങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങുന്നില്ല എന്ന് മാത്രം. എന്നാൽ ഇതൊക്കെയല്ല ലൈഫിൽ നല്ല നല്ല ഓർമ്മകൾ, കാണാത്ത സ്ഥലങ്ങൾ കാണുന്നതും. മിയാക്കുട്ടിനെ തന്നെ നോക്കിക്കേ, മിയാക്കുട്ടിക്ക് 6 മാസമായിട്ടേ ഉള്ളൂ. 6 മാസം മിയാക്കുട്ടിനെ കൊണ്ടാണ് ഞങ്ങൾ കേരളത്തിൽ നിന്ന് ആന്ധ്രയിലേക്ക് വരുന്നത്. ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഞങ്ങളുടെ ട്രാവലിങ്. ഇന്നിപ്പോൾ ഞങ്ങൾ പയ്യെ രാവിലെ ഒരു 6 മണിക്ക് ആയപ്പോൾ തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിയാക്കുട്ടി ഉറക്കാണ്. മിയാക്കുട്ടി വലിയേട്ടനാ? ഓക്കെ, കറക്റ്റ്. യാത്രയിൽ ബോറടിക്കാതിരിക്കാൻ ഞങ്ങൾ ഇതുപോലത്തെ ഗെയിംസ് ഒക്കെ കളിച്ചു കേട്ടോ. ഫസ്റ്റ് ഡേ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു കേട്ടോ വന്നത്. സെക്കൻഡ് ഡേ ആയപ്പം ഞങ്ങൾ പിന്നെ ബ്രെഡൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഉണ്ട്. ഞാൻ ഈ ഇടവും വലവും തിരിയാതെ വണ്ടി ഓടിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഈ അടുത്തിരിക്കുന്ന മനുഷ്യൻ എന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ സമ്മതിക്കാഞ്ഞിട്ട്. ഈ ആണുങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് അങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കാം. നമ്മൾ വല്ലതും വണ്ടി ഓടിക്കുമ്പോഴാണ് ഇവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ. ഉറങ്ങിക്കിടന്ന് മമ്മി വരെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതൽ വണ്ടി ഓടിക്കാൻ നിന്നില്ല. അങ്ങേർക്ക് തന്നെ ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. വെൽക്കം ടു യൂട്യൂബ് ചാനൽ. മീൻകുട്ടി ഇപ്പോൾ എവിടെയാ? മീൻകുട്ടി ഇപ്പോൾ എവിടെയാണെന്നറിയാവോ? മീൻകുട്ടി 6ാമത്തെ മാസത്തെ മിയാക്കുട്ടി വിശാഖപട്ടണത്തേക്ക് പോവാ. ഇപ്പം നമ്മള് ആന്ധ്രാപ്രദേശ് കയറിയിട്ട് കുറെ നേരമായില്ല. വിജയവാഡ ആയില്ല. വിജയവാഡ ആവാൻ ഇനി കുറച്ച് സമയങ്ങൾ മാത്രം. മീക്കുട്ടി മിക്കുട്ടി. മമ്മിക്ക് പാക്കിങ് കാരണം സീരിയൽ കാണാൻ പറ്റാത്തതുകൊണ്ട് അതെല്ലാം അപ്ഡേറ്റ് അല്ല അതൊക്കെ കണ്ടു. ഇതിപ്പോ ഇന്നലത്തെ എപ്പിസോഡാ ഇന്ന് കാണാൻ പറ്റുന്നത്. അതിന്റെ ഒരു ചെറിയ വശമുണ്ട്. പക്ഷെ ഇന്നത്തേത് നാളെ കാണാം. കൊച്ചു ട്രെയിൻ എനർജി ഡ്രിങ്ക് കുടിച്ചപ്പോഴാണ് എനർജി ആയിരുന്നു. ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയുടെ
ഡയലോഗ് കേൾപ്പിക്കും. നിങ്ങളത് ഏത് സിനിമയിലാന്ന് പറയണം. ഓക്കെ, മിക്സ് ആക്കി പറയാം. കൂടെ പറക്കേണ്ടത് നീയല്ലേ, അതിൻ്റെതായിട്ട് 4 പോയിന്റ് മുന്നിലുണ്ട്. മമ്മിക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് പപ്പാനോടാണ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആൻസർ. എന്നാ ഇനി സ്വല്പം മ്യൂസിക് ആയാലോ? അപ്പോൾ ഡയലോഗ്സിൻ്റെ ഗെയിം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അടുത്ത ഗെയിം പിടിച്ചു. അറിയാമോ? അറിയാവോ? അറിയാവോ? അത് തുടങ്ങിയായിരുന്നു ഓൾറെഡി. കറക്റ്റ്. പറയല്ലേ? പപ്പായ മമ്മി പറയാലോ. വല്ലപ്പോഴും വിഷ്വൽസ് കിട്ടാറുണ്ട്. കേരളത്തിലെ MVD ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ചാകരയാണ്. ഒരു മരത്താൽ ഒരു കിളി ഇരിക്കുകയായിരുന്നു. ഒരു മരത്തിൽ ഒരു കിളി ഇരിക്കുകയായിരുന്നു. കുറെ കിളികളൊക്കെ പറഞ്ഞു ഒന്നിച്ച് മരത്തിൽ ഇരുന്നു പറഞ്ഞു. ആട് 100 കിളി പറന്നു പോകുന്നു പറഞ്ഞു. അപ്പം പറന്നു പോയിക്കൊണ്ടൊരു കിളി പറഞ്ഞു, ഞങ്ങളോടൊപ്പം അതിൽ പോയി നീ കൂടി ചേർന്നാലേ 100 ആവുള്ളതാണ്. അപ്പൊ ആ പറന്നു പോയ എത്ര കിളിയുണ്ട്? 33. മരത്തേല് 4 മാങ്ങയുണ്ടായിരുന്നു. അങ്ങോട്ട് പോയപ്പോ 1 വീണ്, ഇങ്ങോട്ട് വന്നപ്പോ 1 വീണ്. ബാക്കി എത്ര മാങ്ങയാണ്? 4 മാങ്ങ. ഇതൊക്കെ ഓൾഡ് ആണല്ലേ? ഇതൊക്കെ ഓൾഡ് ജനറേഷൻ അറിയാം. പിന്നെ നമ്മളൊക്കെ പുതിയത് കണ്ടുപിടിച്ചു. അളിയന്റെ അളിയെന്ന് പുളിയെ കയറിയിരുന്നാൽ എത്ര? എന്റെ അളിയും പുളിയെ കയറിയിരുന്നാൽ എത്ര? 24 പൂട്ടാൻ പറ്റും. ആർക്കും വേണേ എന്നെ പൂട്ടാം. പക്ഷെ എന്നെ തുറക്കാൻ ആര് തിരിച്ചാലും ഞാൻ തന്നെ ഇരിക്കണം തുറക്കണമെങ്കിൽ.
ചോദ്യം ആർക്ക് വേണ്ടിയും പറയാൻ പറഞ്ഞു. പപ്പ പറ പപ്പ. പിന്നെ പത്രിക ഇങ്ങനെ വെച്ചാല് തുറക്കാൻ വരെ ഒന്നുമില്ല. പൂട്ടാൻ കടം കുടിച്ചോ? പപ്പ കടം കുടിച്ചോ? പറഞ്ഞു കേട്ടാ എന്നെ പൂട്ടാൻ പറ്റും, പക്ഷെ ഞാൻ തിരിക്കാതെ പൂട്ട് തുറക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയും. ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബിലോ ഗൈസ്. ഇതേതാ കൃഷ്ണാനദിയോ? ഗെയിമൊക്കെ കളിച്ചിരുന്നുകൊണ്ട് നേരം പോയതേ അറിഞ്ഞില്ല കേട്ടോ. വൈകുന്നേരമായി, ചായ കുടിക്കണ നേരമായി. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അടുത്തുള്ളൊരു കട കണ്ടപ്പോഴേ വണ്ടി നിർത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. നെൽപ്പാടങ്ങൾ നെൽപ്പാടം കതിരിഞ്ഞു കഴിഞ്ഞു. 30 ദിവസം കഴിഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞാൽ കൊയ്യാവുന്ന പാടങ്ങളാണ്. കൊയ്യാറായതാണോ? 15 ദിവസം കഴിഞ്ഞാൽ കൊയ്യായിരിക്കും. അത്രയോ? അത്രയായി. 15-16 ദിവസം. പക്ഷെ ഒന്നും ഇതായിട്ടില്ലല്ലോ. 30 ദിവസം മതി. അത് കഴിഞ്ഞല്ലോ. പോവാം എല്ലാ സ്ഥലത്തും കാണാതെ പറയട്ടെ പോവാന്നാണ്. അങ്ങനെ രാത്രിയായിട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് കടകളൊന്നും കണ്ടില്ല കേട്ടോ. അങ്ങനെ അവസാനം ഒരു തട്ടുകട പോലത്തെ ഒരു കട കണ്ടു. അവിടെ പിന്നെ എന്താണല്ലോ ഇനി അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല, ഉള്ളതാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇത്രയും നേരം വണ്ടിയിലിരുന്നിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനുള്ള അവളുടെ സന്തോഷം കേട്ടോ ഈ കാണുന്നത്. ഇനി അപ്പോൾ നമ്മുടെ വിശാഖപട്ടണത്തേക്ക് ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളൂ കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു കേട്ടോ. ഞങ്ങൾ സേഫായിട്ട് നമ്മുടെ വിശാഖപട്ടണത്ത് എത്തുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ വിശാഖപട്ടണത്തെ വിശേഷങ്ങളാട്ടോ കാണാൻ പോകുന്നത്. അപ്പോൾ ടിൽ ദെൻ ബൈ.